ഗായ്സ്, നമ്മളിന്ന് ആഗ്ര പേടി ഉണ്ടാക്കാൻ പോവുകയാണ്. വിമ്മൊക്കെ നന്നായി ഇട്ടുകൊടുത്തു. ഇത് വിമ്മിട്ട് കഴുകിയത്, ഇത് വിമ്മിടാണ്ട് കഴുകിയത്. അതാ വൃത്തി. ശരിയല്ല, കത്തി ശരിയില്ല, കത്തി ബലൂല്ല. ആ ഏതാ പ്രൊഫഷണലിസം. ഹലോ, ഇവനെ മോക്കിക്ക് ആരോ ഇടി കൊടുത്തതുകൊണ്ട് എങ്ങനെയാണ് ഇത് പണിയാണ് മുറിക്കാൻ. സ്കില്ലില്ലാണ് അവന്റെ കൊട്ട കിട്ടുന്നില്ലടാ. കുമ്പളങ്ങി മുറിക്കണ നിങ്ങൾ എടുക്കണ അന്ന് മുറിച്ചു തരും. എടാ ഇത് ഇങ്ങനെയൊന്നും അല്ലടാ, ഒന്നൊന്ന് മുറിച്ചു. ഞാൻ 65 കഴിഞ്ഞു. ഇങ്ങനെയാണ്. നിങ്ങള് സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. നേരിട്ട് കുമ്പളങ്ങി നൈറ്റ്സ് ഇപ്പൊ കാണാൻ പോവുകയാണ്. കുമ്പളങ്ങി നൈറ്റ്സ്. ഞങ്ങള് മുറിക്കാത്തത് വേറൊന്നുമല്ല. അല്ല, എന്റെ ശരീരം, അയ്യോ ശരീരം കണ്ട് ആരെങ്കിലും വളഞ്ഞാലോ അല്ലേ? ആരെങ്കിലും മോഹിച്ചിട്ട് വന്നാൽ അല്ല, പ്രശ്നം. ഇല്ല മോഹിച്ചിട്ട് വന്നാ വല്യമ്മ അടിച്ചോട്ടിച്ചോളും. എനിക്കിപ്പൊ മുറിക്കാൻ പറ്റുന്നില്ല വല്യച്ഛ, എന്താന്നറിയില്ല. ഒന്നുമില്ല, എനിക്ക് 65 വയസ്സായി. അപ്പോ അതിന്റെ ഒരു ഇതുള്ളൂ. പിന്നെ എനിക്കിപ്പോ ഒരു ആക്സിഡന്റ് അതിന്റെ അത്രേ ഉള്ളൂ. അവര് മുറിക്കട്ടെ, ആരോഗ്യമുള്ളവര് മുറിക്കട്ടെ. തീരെ മുറിക്കില്ലാത്ത അവസ്ഥയായിരിക്കും. അത് നോക്കട്ടെ, അവ എന്നെക്കാൾ ആരോഗ്യമുള്ളവർ മുറിച്ചിട്ട് കിട്ടുള്ളൂ. സിമ്പിളായി മുറിക്കണം. അത് കട്ട് ചെയ്യണ രീതി അതിന് നല്ല ബലമുണ്ട് അല്ലേ? പ്രായത്തിന് വരുന്നില്ല. എന്താ പറയാ, വെജിറ്റബിൾ ആൾക്കാർ മുറിക്കില്ല. അതെ, പച്ചക്കറി മുറിക്കുമ്പോ പ്രൊഫഷണൽ പച്ചക്കറി മുറിയാനാവണം. എന്താണ് എടാ ഇതിങ്ങനെയൊന്നും രണ്ടാക്കാം. ഒന്നുകൂടെ അപ്പൊ ചടചടന്ന് കിട്ടും. കൈ നോക്കിട്ട്, കൈ സൂക്ഷിച്ചിട്ട്. നാരങ്ങ മുട്ടായി ഒന്നൊക്കെ കഴിക്കാം. ചോര കണ്ടു ഗൈസ്. കഴിഞ്ഞോട്ടാ ഭയങ്കര സ്പീഡാണല്ലോ. ലാസ്റ്റ് പീസാണ് അത്. ആദർശാട്ടന് അതും മുറിച്ചോളും. പതുക്കെ പതുക്കെ. ആരോഗ്യം ഇല്ലാതെ ആലോചിച്ചിട്ടുണ്ട്. ചോര കണ്ടിട്ടാ കൈ സൂക്ഷിച്ചിട്ട്. ചെറുതാക്കുമ്പോഴാണ് എന്റെ കയ്യിൽ സ്ലിപ്പാണ്. ഇതിങ്ങനെ ആക്കുമ്പോ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നത്. ചെറുതാക്കുമ്പോ അച്ഛൻ പറയുന്നത് ഓക്കെയാണ്, പക്ഷെ അത് ഭയങ്കര കട്ട് ചെയ്തോണ്ട് ചെറുതാക്കുമ്പോ 4-5 ഒക്കെ ആക്കി കഴിഞ്ഞാൽ എളുപ്പമല്ല. ഇത് കട്ടുള്ളത് കൊണ്ട് എളുപ്പമല്ല. ഇതിപ്പോ എത്ര പെട്ടെന്നായി. Come on, you can. മിലിറ്ററിക്കാരന് ഇങ്ങനെ ഇത് ഇട്ടിട്ട് വഷളാക്കല്ല കേട്ടാ. മിലിറ്ററിക്കാരന് കുമ്പളങ്ങി മുറിച്ചിട്ടല്ല കാണിക്കേണ്ടത് അല്ലേ? ഇത് സുഖമായിരുന്നല്ലോ. ഇത് നേരത്തെ പറഞ്ഞാണെങ്കിൽ നേരത്തെ കട്ട് ഇതിന്റെ ചെറിയ പീസാക്കി
ഞാൻ പറഞ്ഞ അപ്പം പറഞ്ഞ കേൾക്കണ്ട കേട്ടതുകൊണ്ടാണ് കൈ മുറിഞ്ഞത്. എന്റെ ചെറിയ ഞാൻ ചെറുതാക്കിട്ട് പിടിക്കാൻ കിട്ടണ്ട സ്ലിപ്പായി കൈ. അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പൊ അപ്പൻ തോറ്റു. തോൽവിയാണല്ലോ വിജയത്തിന്റെ മുന്നോടി. പ്രൊഫഷണൽ മിസ്റ്റർ പ്രൊഫഷണൽ. സൗദിയിലാവും വെയർ ഹൗസിന് സമയം കിട്ടുമ്പോ പാർട്ട് ടൈം ജോബിന് പോകുന്നുണ്ട്. അതെ. റൂമില് പിന്നെ വേറെ ഒന്ന് പണി ഇത് മറ്റേ ഫുഡ് വെച്ച് കഴിക്കണ്ടേ? ഇനി എന്താക്കണം? ഇതിങ്ങനെ ചെറിയ 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 അതിപ്പാക്കണം, കഴിച്ചുണ്ടാക്കണം. അന്ന് ഇപ്പൊ തന്നെ ആക്കി. അതിന് മറ്റേ ഫോർക്ക് വേണ്ടേ? അല്ല ഇതില് മാറ്റിട്ട് വിട്. ഇത് മാറ്റാം. ഫോർക്ക് ഉണ്ടാവൂലല്ലോ. ആ ഇത് ചെയ്യണത് എന്തിനാണ് ഇങ്ങനെ ചെയ്യണത്? നമ്മള് പഞ്ചസാരയൊക്കെ പിടിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അങ്ങനെ 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 കുത്തി കൊടുക്കണം. അതിന് വേദനിക്കാനും പാടില്ല, പക്ഷെ കുത്തവും വേണം. ഇനി വെള്ളം ചൂടാക്കുക. വെള്ളം ചൂടാക്കിയിട്ട് കുറച്ച് ചുണ്ണാമ്പ് ഇട്ടിട്ട് അത് ഇടുക, കുമ്പളങ്ങി ഇടുക. അതാണ് ഇനി അടുത്ത പരിപാടി. എത്ര സമയത്തിനുള്ളിൽ തിളയ്ക്കും? ഏകദേശം 5 മിനിറ്റ് തിളയ്ക്കും. ഞങ്ങളൊക്കെയാണ് ഈ പുക കൊള്ളണെന്ന് പറഞ്ഞപ്പോ ഇവിടെ നിന്ന് ഓടിയിട്ടുണ്ടാവും. വന്ന് കുറച്ച് ഈ പുകയൊക്കെ ശ്വസിച്ചിട്ട് പോക്കോ. ചൂടായ ആ കൈ വെച്ച് നോക്ക് ചൂടായോന്നറിയും. അവിടെ ആ ഇത് കാണിക്കും, അതിനകത്ത് എന്തൊക്കെ ഉണ്ട് നോക്കടി. ആ കുമ്പളങ്ങ എല്ലാം റെഡി. കൈ എങ്ങനെയുണ്ട്? ആ ഫുള്ള് ഇട്ട. ആദർശേട്ടാ ഫുള്ള് ഇടട്ടെ ചുണ്ണാമ്പ്. ഫുള്ളൊന്നും വേണ്ടല്ലോ. എത്ര ഇടണം? സ്പൂൺ എടുത്ത് കൊണ്ടുവരുക. എത്ര ഇടണം? 1 ടീസ്പൂൺ മതി. 1 ടീസ്പൂണേ ഉള്ളൂലേ? അതെന്താ പൊട്ടി? ചുണ്ണാമ്പ് തന്നെ അല്ലേ? ഒന്ന് ഇളക്കിക്കോ. ചുണ്ണാമ്പ് ഗാലിയായിരിക്കണം. ഇനിയുണ്ട്. അതാ ഇപ്പൊ കാലി ഫുള്ളും ഇടാ. അച്ചു വല്ലപ്പോഴും ഇവിടെ വന്നിട്ട് ഇത് തിന്നുമ്പോ അല്ലേ ഇതിന്റെ മൂടിയടാ. അടികൂടല്ലേ നിങ്ങള്? കഞ്ഞിവെള്ളം പോലെ ആയിരിക്കുന്നു. കൈ തിളച്ചില്ല, അറ്റമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇത് ഗ്യാസ് ചെലവില്ല അല്ലേ? ഇതില് തിളയ്ക്കുമ്പോഴല്ലേ ഗുണം കുറച്ചും കൂടെ നല്ലത് അല്ലേ? അത് ഗ്യാസിലാ, അതാ അടുപ്പിലല്ലേ നല്ലത്? തീ തന്നെ, പക്ഷെ ഗ്യാസിനെക്കാളും നല്ലത് ഇതല്ലേ? ഗ്യാസ് ഇല്ല ഇല്ല, ഒരു പ്രത്യേകതയില്ല. തീപ്പെട്ടി കൊളുത്തിയാലും തീ, ഗ്യാസ് കൊളുത്തിയാലും തീ, വിറക് കൊളുത്തിയാലും തീ. ഒരു വ്യത്യാസവും ഇല്ല, തീ തന്നെ. എനിക്ക് ഇല്ല ഇല്ല ഇല്ല, പക്ഷെ അതൊക്കെ മിസ്സായില്ലേ? എന്നിട്ട് നിക്കണ നോക്ക് മാന്യനെ പോലെ. കിട്ടോ? ആ അത് കറണ്ടിൽ തന്നെ ഇട്ടോ, അതാ നല്ലത്.
ഒരു സ്റ്റേജാണ്. നമുക്ക് ഇന്നലെ വെച്ച ആ കുമ്പളങ്ങ ഒന്ന് തുറന്നു നോക്കാം. വാ. ഇതെന്തിനാണ് ഈ വെള്ളം? ഈ വെള്ളം ഈ സാധനം കഴുകാൻ. അവസാനം നല്ല കട്ടിയായിട്ടുണ്ട് ഗൈസ്. നല്ല കട്ടിയായിട്ടുണ്ട് അല്ലേ? ഇനി അതെന്ത് ചെയ്യണം? ഇനി ആ വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകുക. വാഷിംഗ് പൗഡർ ഇത് കഴുകണം അല്ലേ? ഓരോന്നായിട്ട് ഇട്ടാലും ഇല്ല. കൈ കൊണ്ട് എടുക്കാലോ? ആ കൈ കൊണ്ട് എടുത്തോ, ചുമ്മാ തന്നെ, കുഴപ്പമൊന്നുമില്ല. ഓടെ അങ്ങനെയാന്നൊക്കെ അല്ലേ? നീ വെള്ളത്തിലിടുള്ളു. വെള്ളത്തിലിട്ട് ഇങ്ങനെ കോരെടുത്താ മതി. ഫുള്ളായിട്ട് കഴുകരുത്. അല്ല കഴുകലെന്ന് പറഞ്ഞപ്പോഴേ അവൻ എടുത്തിട്ട് ഇങ്ങനെ മറ്റേ ഓരോന്നോരോന്നെടുത്ത് കഴുകാൻ പോവാ. ഇല്ലില്ല അതില്ല, അത് കുഴപ്പമില്ല. നമുക്ക് ഇതിന് പഞ്ചസാരയിലിടും. ഈ സാധനം നൂല് പോലെ വരണം എന്നാണ് പറഞ്ഞത്. ആദർശേട്ടാ ഒന്ന് വന്ന് നോക്കൂ. ഇതാണ് സൈനികൻ കേട്ടോ. ഇദ്ദേഹത്തിന്റെ പേരാണത്. ആഗ്രപ്പേട. ആഗ്രപ്പേട. വേദനയിൽ ആളെ ആഗ്രഹം എത്തിയതുകൊണ്ട് അങ്ങനെ പഞ്ചസാര ഓക്കെ ആയി. ഇനി അടുത്തത് കുമ്പളങ്ങ ഇടുന്നു, മാറ്റി വെക്കുന്നു, ഇടുന്നു, മാറ്റി വെക്കുന്നു. ഒന്നിട്ട് നോക്കട്ടെ. ഒന്നിട്ട് നോക്കാം. ഒന്ന് ടെസ്റ്റിംഗ് നോക്കാം. എത്ര സമയം ഇടണം? എത്ര സമയം ഇടണം അറിയാണ്ടാണ് ഈ പണിക്കിറങ്ങിയത്. യൂട്യൂബിൽ കാണുന്നതല്ലേ. അച്ചു ഒന്ന് ടെസ്റ്റ് ചെയ്യണേ. എന്തായി? അച്ചു നോക്കടാ, പിടിക്കടാ. ആറട്ടെ ആറട്ടെ ആറട്ടടാ. തിന്നാനൊക്കെ പറ്റുണ്ടോ? വലിയ സ്പൂണാണ്, ചെറിയ സ്പൂണാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഞങ്ങൾക്ക് ആദ്യം, ഇനി ഞങ്ങൾക്ക്. ചൂടില്ല ചൂടില്ല. കഴിച്ചോ കഴിച്ചോ. എന്താ കുറച്ച് കഴിച്ചു നോക്ക്. കുറച്ച് കഴിക്കേ. അവന് മധുരമുണ്ട്, മധുരം മാത്രമേ ഉള്ളൂ. അവന് കഴിച്ചു നോക്ക്. വേറൊന്നും കേടുകയില്ല. ഒന്ന് കഴിച്ചു നോക്ക്. അറിയാനൊന്നും പറ്റൂല. കൊഴപ്പില്ല അല്ലേ? അമ്മ ആദർശാട്ടം മാത്രം അത് കഴിച്ചിട്ടുള്ളൂ. അതാണ് കറക്റ്റ് എക്സ്പ്രഷൻ കിട്ടിയത്. കുഴപ്പമില്ല, ഒരു ചെറിയ പീസ് കഴിച്ചു നോക്ക്. പറ എങ്ങനെയുണ്ടെന്ന്. മധുരമൊക്കെ വരണ്ടില്ലേ എന്നാലേ. കുമ്പളങ്ങിന്റെ ഏറ്റവും അടിയത്ത കട്ടി പീസ് മാത്രമേ ഉള്ളൂ. ആ മേലത്തെ ഒക്കെ പോയി. ആഗ്രാപ്പേട റെഡി ഗൈസ്. നൈസ് ആയിട്ടുണ്ട്.
സൗണ്ടും ബഹളവും കേട്ടു. എന്താ വീഡിയോ? ആ കഴിച്ചു നോക്ക്. ആ സ്പൂൺ റെഡി. ആരാരും കാണാതെ കഴിക്കൂ. കുറച്ചെടുത്താ മതി. സംതിങ് ഒന്നുമില്ല. ചൂടുള്ള ഉണ്ടാ? ഇല്ലല്ലോ. എങ്ങനെയുണ്ട്? കൊണ്ട് പഞ്ചസാര അല്ലേ? തീർച്ചയായും. എന്നാ നമ്മള് കാണിച്ച് അവസാനം പ്രതീക്ഷിച്ച പോലെ ഒന്നും വന്നിട്ടില്ല. വന്നില്ല ഗൈസ്. വന്നില്ല.